ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഞാനൊരു കഥയുണ്ട് നിങ്ങളോട് പറയണത്. ഞാൻ പറയുന്ന കഥകൾ ഇതിൻ്റെ മുന്നേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവോ? കാരണം എനിക്കറിയില്ല. എനിക്കിതിൻ്റെ വല്യമ്മ പറഞ്ഞ കഥ കേട്ടോ. എൻ്റെ വല്യമ്മ പറഞ്ഞാൽ ഉപ്പാടമ്മ പറഞ്ഞത് കേട്ടോ. അതിലൊരു ദിവസം ഞാൻ എൻ്റെ അടുത്ത് എന്തെന്നാലും മറക്കും. ഞാൻ എന്തിൻ്റെ കയ്യിൽ വന്നാലും ഞാൻ മറക്കും, എവിടെയെങ്കിലും വെച്ച് പോരും. അതിലൊരു ദിവസം എന്നോട് പറഞ്ഞു, എനിക്ക് ഞാനൊരു കഥ പറഞ്ഞേറ്റ് വെച്ചു. എന്ന് പറഞ്ഞു. അതിലിങ്ങനെ എപ്പോഴും കഥ പറഞ്ഞു തരും കേട്ടോ. പല കഥകളും പറഞ്ഞു തരും. ഇന്ന പോലെ ഒരു കഥ കേട്ടോ. രണ്ട് പാവപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു. ഒരു ഭാര്യയും ഭർത്താവും കേട്ടോ. ആ ഭാര്യയും ഭർത്താവും നല്ല സ്നേഹത്തിൽ കയ്യാണ്. അതിലൊരു ദിവസം ഭർത്താവും ഭാര്യയും പണിക്കൊക്കെ പോയി. ഭർത്താവ് പണി കയറി വന്നപ്പോൾ ഒരു ക്ലോക്ക് വാങ്ങി. ഭർത്താവിനാണെങ്കിലോ ഭാര്യക്കും ആദ്യമായിട്ട് ക്ലോക്ക് കിട്ടിയ ഭയങ്കര സന്തോഷാട്ടോ. അതിൽ രണ്ടാൾ നല്ല സന്തോഷമായിട്ട് എന്ത് ചെയ്തു, ക്ലോക്കൊക്കെ ഭിത്തിയിലൊക്കെ ഒട്ടിച്ച് ഫിറ്റ് ചെയ്തൊക്കെ വെച്ചു. അതിൽ പിറ്റേ ദിവസം ഭർത്താവ് രാവിലെ അതേപോലെ പണിക്കോയും ഭാര്യയും ഭർത്താവും പണിക്കോയും. രണ്ടാളും 12 മണി ആയപ്പോൾ പണി കയറി വന്നു. അല്ല, ഭാര്യ കുറച്ച് നേരത്തെ പണി കയറി വന്നു, ഭർത്താവ് പിന്നെയാണ് പണി കയറി വന്നല്ലോ. ഭർത്താവ് പണിയെന്ന് കയറി വന്നത് 12 മണിക്കാണ്. അതിൽ പണിയൊക്കെ കയറി വന്ന് നോക്കുമ്പോൾ അതിൽ കൃത്യം 12 മണിയായപ്പോൾ 3 സൂചി ഒപ്പം നിന്ന്. ഭർത്താവ് 2 സൂചി മാത്രമേ ഉള്ളൂ. അതിൽ ഭാര്യനോട് ചോദിച്ചു, ഒരു സൂചി വെച്ചു. ഭാര്യനെ കണ്ടിട്ടില്ലായിരുന്നു. ഒരു ഭർത്താവ് ഭാര്യനെ പൊതിരടിച്ചിട്ട് പറഞ്ഞു, എവിടെ സൂചി വെച്ചു. അതിൽ കണ്ടില്ല. പിന്നെ നോക്കുമ്പോൾ 3 സൂചി ഉണ്ട്. അതിൽ ഭർത്താവ് എനിക്ക് കിട്ടേണ്ട കിട്ടിയപ്പോൾ വെക്കണോടത്ത് വെച്ചു എന്നാണ്. അവനോട് അറിയാം, മറവിക്ക് എപ്പോഴും എനിക്ക് 2 അടി കിട്ടിയത് പിന്നെ മറക്കൂല അറിയാം എപ്പോഴും എന്നോട്. ഇത്ര ഉള്ളൂ എൻ്റെ കഥ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ആക്കണം കേട്ടോ.